ഹലോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ നമ്മൾ വളരെ പെട്ടെന്ന് ഒന്നൊന്ന് ഓടിച്ചു പോവാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്കറിയാം കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് എന്താ? കണ്ടക്ഷൻ ഇലക്ട്രോൺസിനെ കാണപ്പെടുന്ന എനർജി ലെവലിനെയാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിളിക്കുക. വാട്ട് ഈസ് വാലൻസ് ബാൻഡ്? വാലൻസ് ഇലക്ട്രോൺസിനെ കാണപ്പെടുന്ന എനർജി ലെവലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വാലൻസ് ബാൻഡ് എന്ന് വിളിക്കുക. വാട്ട് ഈസ് എനർജി ലെവൽ? ഫോർബിഡൻ എനർജി ലെവൽ. ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ബോട്ടം ഓഫ് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ടോപ്പ് ഓഫ് വാലൻസ് ബാൻഡ് അല്ലേ? യെസ്. ഇനി നിങ്ങൾക്കറിയാം എന്താണ് മെറ്റൽസിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. രണ്ടാളുടെയും എന്താണ് പറയുക ബാൻഡ്സ് തമ്മിൽ ഒരു ഓവർലാപ്പിംഗ് ആയിരിക്കും. അത് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ എനർജി ഗ്യാപ്പ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അഥവാ സിലിക്കന്റെ എനർജി ഗ്യാപ്പ് വരുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ജർമേനിയത്തിന്റെ എനർജി ഗ്യാപ്പ് വരുന്നത് 0.7 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ അവർ എനർജി ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ കൂടുതലായിരിക്കും. എല്ലടാ, സെറ്റ്. ഇനി ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് നിങ്ങൾക്കറിയാം. വാട്ട് ഈസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്? പ്യുവർ സ്റ്റേറ്റ് സെമി കണ്ടക്ടർ അഥവാ 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് നമ്മൾ ആരെന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ്. സിലിക്കൺ, ജർമേനിയം ഒക്കെയാണ് സെമി കണ്ടക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്താ അവരുടെ പ്രത്യേകത? അവർ അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ ഒരു ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക അല്ലേ? യെസ്. ഇനി ഡ്യൂ ടു തെർമൽ, നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് തെർമൽ എനർജി ലഭിക്കുകയാണ്. ആ തെർമൽ എനർജിന്റെ ഫലമായിട്ട് അവരെന്തായിട്ട് മാറും? ആ തെർമൽ എനർജിയുടെ ഫലമായിട്ട് അവര് ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് കണ്ടക്ടിവിറ്റി കിട്ടും. പക്ഷെ ഇവരെ പ്രത്യേകത എന്താ? ഇവരെ ഹോൾസിന്റെ എണ്ണവും ഇലക്ട്രോൺസിന്റെ എണ്ണവും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? യെസ്. ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് പോകുമ്പോൾ രണ്ട് തരം, എൻ ടൈപ്പും ഉണ്ട്, പി ടൈപ്പും ഉണ്ട്. നമുക്ക് എങ്ങനെ എൻ ടൈപ്പ് കിട്ടുക? അഥവാ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി അഥവാ 14th ഗ്രൂപ്പ് എലമെന്റിനെ 15th ഗ്രൂപ്പിലെ എലമെന്റുമായിട്ട് ഡോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻ ടൈപ്പ് കിട്ടുക. അപ്പൊ അവിടെ എന്ത് ചെയ്യും? 15th ഗ്രൂപ്പ് എലമെന്റിന്റെ കയ്യിൽ 5 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. അപ്പൊ അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം ആദ്യം ഉള്ളതിനേക്കാൾ എക്സസ് ആവും. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ കണ്ടക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യും അല്ലെ? അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ദാൻ ഹോൾസ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ ആവുമ്പോ എന്താ? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി അഥവാ 14th ഗ്രൂപ്പ് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ 13th ഗ്രൂപ്പിനെ ഡോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പി ടൈപ്പ് കിട്ടുക. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട് അവരെന്ത് ചെയ്യും? നമ്മുടെ സെമി കണ്ടക്ടറിൽ നിന്ന് ഇലക്ട്രോണിനെ അവിടെ അക്സെപ്റ്റ് ചെയ്യും. അഥവാ അക്സെപ്റ്റർ ആറ്റം ആണ് ഇവർ. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഇലക്ട്രോൺസിന്റെ ഷോർട്ടേജ് വരും. അഥവാ ഹോൾസ് അവിടെ എക്സസ് ആയിട്ട് ഡോപ്പിങ്ങിന്റെ ഫലമായിട്ട് ഇൻക്രീസ് ചെയ്യും. സോ ഇവിടെ ഹോൾസ് ആണ് മെജോറിറ്റി ദാൻ ഇലക്ട്രോൺസ് അല്ലേ? യെസ്. ഇനി നിങ്ങൾക്കറിയാം Ne into NH നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ നമ്പർ ഓഫ് ഹോൾസ് ഇൻ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർസ് ഈക്വൽ എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഇൻ ഇൻട്രിൻസിക്കിന്റെ സ്ക്വയർ ആയിരിക്കും. കാരണം അവിടെ രണ്ടും സെയിം ആണ്. ഓക്കെ, യെസ്. നിങ്ങൾക്കറിയാം പി എൻ ജംഗ്ഷന്റെ ഫോർമേഷൻ കാര്യമൊക്കെ അറിയാം. പി സൈഡിൽ ഹോൾസ് ആയിരിക്കും, എൻ സൈഡിൽ ഇലക്ട്രോൺസ് ആയിരിക്കും. ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സാണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹയർ ഉള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ടുള്ള മൂവ്മെന്റ്. അപ്പൊ ഹോൾസ് കൂടുതൽ പി സൈഡിലല്ലേ? അപ്പൊ ഹോൾസ് എവിടുന്ന് എങ്ങോട്ടാ ഡിഫ്യൂസ് ചെയ്യുക? പി സൈഡ് ടു എൻ സൈഡ്. ഇലക്ട്രോൺസ് എവിടുന്ന് എങ്ങോട്ടാ ഡിഫ്യൂസ് ചെയ്യുക? എൻ സൈഡ് ടു പി സൈഡ്. അപ്പൊ അവിടെ ഒരു കറന്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ കറന്റ്. അത് പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷനിലായിരിക്കൂലേ? ഹോൾസിന്റെ ഡയറക്ഷനിലായിരിക്കൂലേ? സോ പി ടു എൻ സൈഡ് ഡിഫ്യൂഷൻ കറന്റ് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ ജംഗ്ഷനിൽ അവിടെ ഒരു എന്ത് ക്രിയേറ്റ് ചെയ്യും? നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അയോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. അതിന്റെ ഫലമായിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ഫ്രം പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് അഥവാ എൻ സൈഡ് ടു പി സൈഡ് ഉണ്ടാവും ഇലക്ട്രിക് ഫീൽഡ്. എൻ സൈഡ് ടു പി സൈഡ്. അതിന്റെ ഫലമായിട്ടുള്ള ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും മോഷനെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ്. സോ ഹോൾസ് എങ്ങോട്ടാ ഡ്രിഫ്റ്റ് ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുക. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എൻ ടു പി ആയതുകൊണ്ട് ഹോൾസ് ഡ്രിഫ്റ്റ് ചെയ്യുക എൻ ടു പി ആണ്. ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുക പി ടു എൻ ആണ്. സോ ഡ്രിഫ്റ്റ് കറന്റ് ഉണ്ടാവും ഫ്രം എൻ ടു പി ഡയറക്ഷൻ. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അവിടുത്തെ നെറ്റ് കറന്റ് എന്താവും? 0. കാരണം എന്താ? ഡിഫ്യൂഷൻ കറന്റും ഡ്രിഫ്റ്റ് കറന്റും ഫൈനലി ഇക്വിലിബ്രിയത്തിൽ എത്തുകയും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുകയും
സോ നെറ്റ് കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഫോർവേഡ് ബയാസിംഗ് അറിയാം. ഡയോഡിന്റെ പി സൈഡിനെ സെല്ലിന്റെ ഹയർ പൊട്ടൻഷ്യലുമായിട്ടും ഡയോഡിന്റെ എൻ സൈഡിനെ സെല്ലിന്റെ ലോവർ പൊട്ടൻഷ്യലുമായിട്ടുള്ള കണക്ഷനാണ് എന്ത് വിളിക്കുക? ഫോർവേഡ് ബയാസിംഗ്. നമ്മൾ ഫോർവേഡ് ബയാസിംഗ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറയും. അപ്പൊ ജംഗ്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് കുറയും, ബാരിയർ പൊട്ടൻഷ്യൽ കുറയും, ഡിഫ്യൂഷൻ കറണ്ട് കൂടും. സോ അതിലൂടെ കറണ്ട് പാസ് ചെയ്യും അല്ലേ? യെസ്. ഇനി റിവേഴ്സ് ബയാസിംഗ് എന്താ? പി സൈഡിനെ എന്നുമായിട്ടും എൻ സൈഡിനെ ഹയർ പൊട്ടൻഷ്യലുമായിട്ടുള്ള കണക്ഷനാണ് എന്ത്? റിവേഴ്സ് ബയാസിംഗ്. അപ്പൊ വിഡ്ത് ഇൻക്രീസ് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും, ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. അവിടെ ഒരു മൈനോറിറ്റി കറന്റ് ഉണ്ടാകുന്ന ഡ്രിഫ്റ്റിന്റെ ഫലമായിട്ട് നെഗ്ലിജിബിളി സ്മോളർ ആയിട്ടുള്ള ഒരു എന്ത് ഫോം ചെയ്യും? കറണ്ട് ഫോം ചെയ്യും. നിങ്ങൾക്കറിയാം സർക്യൂട്ടിൽ ഡയോഡൊക്കെ വരുന്ന സമയത്ത് ഫോർവേഡ് ബയാസിംഗിലാണെങ്കിൽ ഡയോഡിലൂടെ എന്ത് പാസ് ചെയ്യും? കറണ്ട് പാസ് ചെയ്യും. അത് നിങ്ങൾ സർക്യൂട്ടിൽ കൺസിഡർ ചെയ്യണം. റിവേഴ്സ് ബയാസിംഗിലെ ഡയോഡിനെ നിങ്ങൾ സർക്യൂട്ടിന് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലടാ, സെറ്റ് അല്ലേ? യെസ്. ഇനി സെനർ ഡയോഡിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാറില്ലേ? എന്താ സെനർ ഡയോഡിന്റെ പ്രത്യേകത? അതിനൊരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ഉണ്ടാവും, ദാറ്റ് ഈസ് കോൾഡ് സെനർ വോൾട്ടേജ്. ആ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു അപ്ലൈഡ് വോൾട്ടേജ് കൊടുത്തു, സെനർ ആക്റ്റീവ് ആയി എഴുതുക. അപ്പൊ സെനർ വോൾട്ടേജ് എത്ര? VZ. അപ്പൊ ഇതിന് പാരലൽ ആയിട്ട് വരുന്ന ഈ ലോഡിലെ വോൾട്ടേജ് എന്തായിരിക്കും? VZ. സോ ബാക്കി ഈ റെസിസ്റ്ററിൽ എത്ര വോൾട്ടേജ് കിട്ടുക? V-VZ. ഇത് എന്ത് ചെയ്യണം? ആ സെനറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ നിയന്ത്രിക്കാനാണ് ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഓരോ കറണ്ടും കാണാൻ പഠിക്കണം. ഈ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് എങ്ങനെ കാണാം? V-VZ/R എന്ന് എടുക്കാം. കാരണം എന്താ? ഇവിടുത്തെ വോൾട്ടേജ് V-VZ ആണ്. ബൈ റെസിസ്റ്റൻസ് കറണ്ട് കിട്ടി. ലോഡ് കറണ്ട് എങ്ങനെ കിട്ടുക? VZ/RL. സോ ഈ സെനർ കറണ്ട് എത്ര കിട്ടും? I-IL എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? IZ കിട്ടും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, യെസ്. ഇനി നമുക്ക് അറിയാവുന്നതാണ് ലോജിക് ഗേറ്റ്. നിങ്ങൾക്ക് അറിയുന്നല്ലേ? ഓർ ഗേറ്റ് ആവുമ്പോ അഡിഷൻ ആലോചിക്കുക. ഇപ്പൊ രണ്ടിലും 0 ആണ് കൊടുക്കുന്നെങ്കിൽ ആൻസർ 0. 0-1 ആയാൽ ആഡ് ചെയ്താൽ 1, 1-0 ആയാൽ ആഡ് ചെയ്താൽ 1, 1-1 ആയാലും ആഡ് ചെയ്താൽ 1. ദാറ്റ് ഈസ് ഓർ ഗേറ്റ്. ആൻഡ് ഗേറ്റ് അറിയില്ലടാ, മൾട്ടിപ്ലൈഡ് ഗേറ്റ് ആണ്. 0-0 മൾട്ടിപ്ലൈ ചെയ്താൽ 0, 0-1 മൾട്ടിപ്ലൈ ചെയ്താൽ 0, 1-0 മൾട്ടിപ്ലൈ ചെയ്താൽ 0, 1-1 കൊടുത്താൽ 1 കിട്ടും. നോട്ട് ഗേറ്റ് അറിയില്ലേ? ഓപ്പോസിറ്റ് കിട്ടും. നാൻഡ് ഗേറ്റ് അറിയില്ലേ? ലാൻഡിന്റെ ഓപ്പോസിറ്റ് കിട്ടും. നോർ ഗേറ്റ് അറിയില്ലേ? ഓറിന്റെ ഓപ്പോസിറ്റ് കിട്ടും. ദീസ് ആർ ദ ഡിഫറന്റ് ഗേറ്റ്സ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്കറിയാവുന്നതാണ് ബൂളിയൻ ഓൾജിബ്ര. ബൂളിയൻ ഓൾജിബ്ര എന്തൊക്കെ? എന്റെ കൂടെ 1 കൂട്ടിയാൽ 1 ആയിരിക്കും, എന്റെ കൂടെ 0 കൂട്ടിയാൽ 0 ആയിരിക്കും. A × 1 എന്തായിരിക്കും? A ആയിരിക്കും. A × 0 എന്തായിരിക്കും? 0 ആയിരിക്കും. A + A എന്താ? A. A × A എന്താ? A. A × A കോംപ്ലിമെന്റ് 1 ആണ്. A + A കോംപ്ലിമെന്റ് 1 ആണ്. A × A കോംപ്ലിമെന്റ് 0 ആണ്. A ഡബിൾ കോംപ്ലിമെന്റ് എന്താണ്? A ആണ്. A + B ഹോൾ കോംപ്ലിമെന്റ് എന്താ? A കോംപ്ലിമെന്റ് × B കോംപ്ലിമെന്റ് ആണ്. A × B ഹോൾ കോംപ്ലിമെന്റോ? A കോംപ്ലിമെന്റ് + B കോംപ്ലിമെന്റ് ആണ്. സോ ദീസ് ആർ ദ ഇക്വേഷൻസ് ദാറ്റ് ഈസ് ഡൺ ഇൻ എവിടെ? സെമി കണ്ടക്ടർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സെമി കണ്ടക്ടറിലെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ അല്ലടാ? സോ ബൈ.